നമസ്കാരം. T20 ലോകകപ്പിൽ നിന്നും ക്രിക്കറ്റ് ആവേശം ഇനി IPLലേക്ക് കടക്കുകയാണ്. ടൂർണമെന്റിന്റെ ആദ്യഘട്ട മത്സരങ്ങളുടെ ഫിക്ചർ ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തെ 20 മത്സരങ്ങളുടെ ഷെഡ്യൂളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മാസം 28-ന് രാത്രി നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും മുൻ ജേതാക്കളായ സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണ് ആദ്യ മത്സരം. എന്നാൽ ലോകമെമ്പാടുമുള്ള മലയാളി ക്രിക്കറ്റ് പ്രേമികളടക്കം ഉറ്റുനോക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സഞ്ജു സാംസണിന്റെ അരങ്ങേറ്റ മത്സരമാണ്. ഈ മാസം 30-ന് സഞ്ജുവിൻ്റെ മുൻ ടീം കൂടിയായ രാജസ്ഥാൻ റോയൽസുമായാണ് ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നത്. ഗുവാഹത്തിയിലെ ബർസാപര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം അരങ്ങേറുന്നത്. T20 ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് പുരസ്കാരം സ്വന്തമാക്കി ഹീറോ ആയ ശേഷം സഞ്ജു കളിക്കുന്ന ആദ്യ മത്സരമെന്ന പ്രത്യേകത ഈ ടൂർണമെൻറ്റിനുണ്ട്. റോയൽസിനെതിരെ ചെന്നൈയുടെ സാധ്യത 11 എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. T20യിൽ ഫേവററ്റ് ബാറ്റിംഗ് പൊസിഷൻ ഓപ്പണിങ്ങിൽ തന്നെയാണെന്ന് കഴിഞ്ഞ T20 ലോകകപ്പിലൂടെ സഞ്ജു സാംസൺ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലും സഞ്ജു സാംസൺ തന്നെയായിരിക്കും ബാറ്റ് ഓപ്പൺ ചെയ്യുക. സഞ്ജുവിൻ്റെ ഓപ്പണിംഗ് പങ്കാളി ഇന്ത്യൻ കൗമാര താരവും അണ്ടർ-19 ടീമുകളുടെ ക്യാപ്റ്റനുമായ ആയുഷ് മാത്രയാണ്. കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റായി ചെന്നൈക്കൊപ്പം ചേരുകയും പിന്നീട് ഓപ്പണിംഗിൽ അവസരം ലഭിച്ചപ്പോൾ 50 അടക്കം നേടി കഴിവ് തെളിയിച്ച കളിക്കാരനാണ് മാത്രേ. ഇതോടെ സീസണിന് ശേഷം 17-കാരനായ മുംബൈ താരവുമായി CSK സ്ഥിരം കരാറും ഒപ്പുവയ്ക്കുകയായിരുന്നു. സഞ്ജുവിനെ പോലെ തന്നെ വളരെ പെട്ടെന്ന് തൻ്റെ ക്ലാസിക് ശൈലിയിൽ അതോടൊപ്പം അഗ്രസീവുമായി ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് മാത്രേ. ഈ പുതിയ ഓപ്പണിംഗ് ജോഡി ക്ലിക്കായാൽ ചെന്നൈയുടെ മിന്നും പ്രകടനം തന്നെ നമുക്ക് ഈ സീസണിൽ പ്രതീക്ഷിക്കാം. 1 ഡൗണായി 3-ാം നമ്പറിൽ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ആയിരിക്കും. ഓപ്പണർമാരെ പോലെ തന്നെ ക്ലാസിക് ഷോട്ടുകളുടെ മറ്റൊരു കളിക്കാരനാണ് ഋതുരാജ് ഗെയ്ക്വാദ്. ഋതുവിന് ശേഷം 4-മനായി സൗത്ത് ആഫ്രിക്കയുടെ വെടിക്കറ്റ് ബാറ്റർ ഡെവാൾഡ് ബ്രേവിസിൻ്റെ ഊഴമായിരിക്കും. ബേബി AB എന്ന് വിളിപ്പേരുള്ള അദ്ദേഹം കഴിഞ്ഞ സീസണിലാണ് ചെന്നൈയുടെ ടീമിൻ്റെ ഭാഗമായത്. ചില മികച്ച ഇന്നിങ്സിലൂടെ അദ്ദേഹം ബാറ്റിങ്ങിൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഇതാണ് ബ്രേവിസുമായി സ്ഥിരം കരാറുണ്ടാക്കാൻ CSK പ്രേരിപ്പിച്ചത്. ബ്രേവിസിന് 5-ാമനായി വമ്പനടിക്കാരനായ ബാറ്ററും ഓൾറൗണ്ടറുമായ ശിവൻ ദുബെയുമുണ്ട്. ലോകകപ്പിൽ ഇന്ത്യക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച കളിക്കാരനായിരുന്നു ശിവൻ ദുബെ. ശിവൻ ദുബെയ്ക്ക് ശേഷം 6-ാമനായി കളിക്കുക യുവതാരം സർഫറാസ് ഖാനായിരിക്കും. റെഡ് ബോൾ സ്പെഷ്യലിസ്റ്റ് എന്ന ചട്ടക്കൂട്ടിൽ നിന്ന് പുറത്തു കടന്ന അദ്ദേഹം ഇപ്പോൾ 2020-യിൽ റൺസ് അടിച്ചു കൂട്ടുകയാണ്. കഴിഞ്ഞ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ മുംബൈക്ക് സർഫറാസ് മികച്ച കളികളാണ് കാഴ്ചവെച്ചത്. സർഫറാസ് കഴിഞ്ഞാൽ 7-8 സ്ഥാനങ്ങളിൽ ഫിനിഷർമാരുടെ റോളിൽ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണിയും ഓൾറൗണ്ടർ രാമകൃഷ്ണ ഘോഷും ഉണ്ടാവും. ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന താരമാണ് ഘോഷ്. ഇവർക്ക് ശേഷം ബോളർമാരാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിൽ ഉണ്ടാകുക. അഫ്ഗാനിസ്ഥാൻ്റെ നൂർ അഹമ്മദ് ആയിരിക്കും ടീമിലെ സ്പെഷ്യലിസ്റ്റ് പിന്നർ. പേസാക്രമണത്തിന് ചുക്കാൻ പിടിക്കുക ഖലീൽ അഹമ്മദ് ആയിരിക്കും. അദ്ദേഹത്തിന് കൂട്ടായി ഓസ്ട്രേലിയയുടെ നെതാൻ എല്ലിസും ടീമിലുണ്ടാവും. ചെന്നൈയുടെ സാധ്യതാ ടീം ഇങ്ങനെയാണ്: സഞ്ജു സാംസൺ, ആയുഷ് മാത്രേ, ഋതുരാജ് ഗെയ്ക്വാദ്, ഡെവാൾഡ് ബ്രേവിസ്, ശിവൻ ദുബെ, സർഫറാസ് ഖാൻ, MS ധോണി, രാമകൃഷ്ണ ഘോഷ്, നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, നെതാൻ എലിസ്. ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.